പാർത്ത നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അദ്ദേഹം ജയിൽ മോചിതനാവുന്നത്. അതെ അതെ അതെ. പൾസർ സുനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് കേരളത്തിൽ. അദ്ദേഹം ജയിൽ മോചിതനായ സമയത്ത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഒക്കെയാണ് വന്നിട്ട് പൂമാലയൊക്കെ ഇട്ടത്. അതെ, അവരുടെ പ്രതികരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് കുറ്റം ചെയ്യുന്നു, അവരൊന്നും ഒരുപാട് ജയിലിൽ കിടക്കുന്നില്ല, ഇപ്പോൾ എന്താണ് ആണുങ്ങൾ മാത്രം പുരുഷൻ മാത്രം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാലം ജയിലിൽ കിടക്കുന്നു, ഇത് എന്തൊരു നീതിയാണെന്നൊക്കെയാണ് അവർ ചോദിച്ചത്. ആ പൂമാലയൊക്കെ ഇടുന്നതിന്റെ പുറത്തുണ്ടായ ചേതോവികാരം അതൊക്കെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയം അതൊന്നുമല്ല. പൾസർ സുനി ഇപ്പം ഫുൾ സെറ്റപ്പിലാണെന്നാണ് കേൾക്കുന്നത്. വലിയ കിയ പോലുള്ള വലിയ പൈസയുള്ള കാറിലൊക്കെയാണ് സുനിയുടെ സഞ്ചാരം എന്നൊക്കെ പറയുന്നത്. എന്താണ് ഇതിന് പിന്നിലുള്ളൊരു കാരണം? യഥാർത്ഥത്തിൽ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ കമൻറ്റിനടിയിൽ വന്ന് സ്ഥിരമായി കമൻ്റ് ഇടുന്ന ചില ആളുകളുണ്ട്. നിങ്ങൾ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണോ ഈ കമൻ്റ് ഇടുന്നത്? വെറുതെയാണോ അദ്ദേഹം 75 ദിവസം, എനിക്ക് തോന്നുന്നു 75 ദിവസം ജയിലിൽ കിടന്നത്, 85 ദിവസം ജയിലിൽ കിടന്നത് എന്നൊക്കെ ചോദിക്കും. ഈ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ ദയവായി ഈ വീഡിയോ കാണണം, മുഴുവൻ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്നാൽ മാത്രമാണ് ഇവരുടെ സംശയങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് കേസാണ് എന്ന് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ കേസിൻ്റെ പുറകെ പോയി ഈ കേസിലെ പല കാര്യങ്ങളും പഠിച്ച് പല ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ ഈ കേസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഞാനത് എൻ്റെ ഞാൻ ദിലീപിൻ്റെ ഫാനൊന്നും ആയിരുന്നില്ല. ഞാൻ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലും ഞാൻ മോഹൻലാലിൻ്റെ ഫാനായിരുന്നു. പക്ഷേ ഈ കേസ് വന്നതിന് ശേഷം ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പല ആളുകളിൽ നിന്നുള്ള അറിഞ്ഞ കാര്യങ്ങൾ, ഈ കേസ് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ, ഈ കേസിനെ പറ്റി മൊത്തം പഠിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. പക്ഷേ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനോ നമുക്ക് പരിമിതിയുണ്ട്. കാരണം കോടതി വലിയ തരത്തിൽ അതിനെ നിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കോടതി ലക്ഷ്യത്തിന് അകത്ത് കിടക്കേണ്ടി വരുന്ന കേസാണ്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രാർത്ഥന അറിയാം, ഒരുപാട് പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ അറിയാം. അപ്പം പക്ഷേ ഇതിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പം ഗൗതം പറഞ്ഞതുപോലെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ദിലീപിനെതിരെ മൊഴി കൊടുത്ത, ദിലീപിനെതിരെ പൾസർ സുനിയുടെ മൊഴിയുടെ പുറത്ത് മാത്രമാണ് ദിലീപ് അകത്ത് കിടന്നതും ഇപ്പോൾ കോടതിയിൽ വിചാരണ നടക്കുന്നതും വീണ്ടും ദിലീപിനെതിരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും പൾസർ സുനിയുടെ അമ്മയൊക്കെ ആയിട്ടാണ്. ഇതേ പൾസർ സുനി എത്ര തവണയാണ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയ്ക്ക് പോയി. ഈ സുനിക്ക് സർക്കാർ ഫ്രീ ആയിട്ട് വക്കീലിനൊന്നും വെച്ചു കൊടുത്തിട്ടില്ല. സുനി സ്വന്തം വക്കീലിനെ വെച്ചിട്ട് ആ വക്കീലാണ് ഈ ജാമ്യാപേക്ഷയൊക്കെ വാദിക്കുന്നത്. ഇതിന് പൈസ കൊടുക്കാതെ ഒരു വക്കീൽ പോയി വാദിക്കുമോ? പറ്റില്ല. അപ്പൊ കൃത്യമായി പൈസ കൊടുക്കുന്നുണ്ട്, ആരോ പിന്നിലുണ്ട്. അതായത് സുനിക്ക് 5ന്റെ പൈസയ്ക്ക് ഗതിയില്ലാത്ത ആളാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സുനിയുടെ വീടുമായി ബന്ധപ്പെട്ട്, സുനിയുടെ അമ്മയുമായി ബന്ധപ്പെട്ട് എല്ലാം അറിയാം. ആരാണ് ഹൈക്കോടതിയിൽ സുനിക്ക് പൈസ കൊടുക്കുന്നത്? 2, ഇതിന് ഹൈക്കോടതി നിരന്തരമായി ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോൾ ഹൈക്കോടതി സുനിക്ക് പിഴയിട്ടു. ഇത് ശരിയാവില്ല, ഞങ്ങളുടെ സമയം കളയാനാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പിഴയിട്ടു. ഈ പിഴ മറികടക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ പോയി സുനി. എന്നിട്ട് അവിടുത്തെ സ്റ്റേ വാങ്ങിച്ചു. സുപ്രീം കോടതിയിൽ പോകണമെങ്കിൽ ഗൗതമിന് അറിയാമല്ലോ, ഗൗതമൻ മാധ്യമ പ്രവർത്തനം അറിയാതിരിക്കില്ല, എത്ര ലക്ഷങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുക്കണം ഒരു വക്കീൽ. പിന്നീട് നിരന്തരമായി സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതിയിൽ പോകുമ്പോഴും ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഡ്വക്കേറ്റുമാരാണ് ഹാജരായത്. അതും പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരാണ് ഹാജരായത്. ഇവർക്ക് ആരാണ് പൈസ കൊടുത്തത്? ദിലീപ് എന്തായാലും പൈസ കൊടുക്കില്ല. കാരണം ദിലീപ് പൈസ കൊടുത്തു, ദിലീപ് ആയിക്കൂടെ പൈസ കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ്. കാരണം ദിലീപിനെതിരെ മൊഴി കൊടുത്തതും ദിലീപിനെതിരെ ഏറ്റവും വലിയ തെളിവായി ഇവർ കൊണ്ടു നടക്കുന്നതും സുനിയുടെ മൊഴിയാണ്. ഈ സുനി പുറത്തിറങ്ങിയത് കൊണ്ട് ദിലീപിന് യാതൊരുവിധ ഗുണവുമില്ല. 1. 2, സുനി ഇത്രയും രീതിയിൽ ദിലീപിനെ ക്രൂശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സുനി എന്ന് പറയുന്ന വ്യക്തിയെ, കോടതിയിലടക്കം ദിലീപിനെതിരെ മൊഴി പറഞ്ഞ വ്യക്തിയെ ദിലീപ് ജാമ്യത്തിൽ ഇറക്കുമോ? ഒരിക്കലും ജാമ്യത്തിൽ ഇറക്കില്ല. യാതൊരു പ്രയോജനവുമില്ല. ഇല്ലെങ്കിൽ പിന്നെ സുനി മൊഴി മാറ്റി പറയുക, അല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. അപ്പോ ആരാണ് സുനിയുടെ പിന്നിൽ? 2, ആരോ ഉണ്ട്. 2, കൊച്ചി നഗരത്തിൽ സുനി ഇറങ്ങി ഇപ്പൊ കൊച്ചിയിലൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാ? കിയ കാറിലാണ്. നമ്മുടെ ഇവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന, ഒരുപാട് കാലം ജയിലിൽ കഴിഞ്ഞ, മറ്റ് സമ്പാദ്യങ്ങളൊന്നും ഈ ഒരു കാലയളവിൽ ഉണ്ടാക്കാൻ ശേഷി ഇല്ലാത്ത സുനിക്ക് എങ്ങനെ ഈ കാറിൽ സഞ്ചരിക്കാൻ പറ്റുന്നു? അതെ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാർ കിയയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന അതേ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുനി. ഇപ്പോൾ ഈ കാറിന്റെ ഉടമസ്ഥൻ ആരാണ്? ഈ കാറിന്റെ ഉടമസ്ഥനും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചിലർക്കുള്ള ബന്ധം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചാൽ പ്രത്യുപകാരം സുനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 4 കോടി 2 കോടി രൂപയ്ക്ക് 1 കോടിക്ക് കൊട്ടേഷൻ എടുത്തു.
10,000 രൂപയാണ് ദിലീപ് ഈ പ്രതി കുറ്റാരോപിതനായിട്ടുള്ള സുനിക്ക് എന്ത് കൊടുത്തിട്ടുള്ളത്, ഈ അതിന്റെ അഡ്വാൻസ് കൊടുത്തത്. ആലോചിക്കണം, 1 കോടി രൂപയ്ക്ക് ഒരാൾ കൊട്ടേഷൻ കൊടുക്കുന്നു, അതിന് 10,000 രൂപ 4 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ത് കൊടുക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു. 4 കൊല്ലത്തിനിപ്പുറം സുനിക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ കൊട്ടേഷൻ ഓർമ്മ വരുന്നു. അതിന്റെ മുമ്പ് നടിയുമായി ഗോവയിൽ പോയിട്ടുണ്ട്. അതിനു മുമ്പ് സുനി നടിയുടെ ഡ്രൈവറായിരുന്നു. നിരന്തരമായി ഇവർ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും സുനിക്ക് തോന്നാത്ത കാര്യം ഒരു സുപ്രഭാതത്തിൽ സുനിക്ക് തോന്നുന്നു. അതും തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? ദിലീപ് ഒരു തിയേറ്റർ ഉടമകളുടെ ഒരു സംഘടന രൂപീകരിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. അത് രൂപീകരിച്ചു. അതിനുശേഷം കേരളത്തിലെ തിയേറ്ററുകളൊക്കെ, കേരളത്തിലെ കുറേ തിയേറ്ററുകൾ ഒരുമിച്ച് സ്വന്തമാക്കാനുള്ളൊരു തീരുമാനം ദിലീപ് എടുത്തിരുന്നു. ഇതും കൂടെ ദിലീപിൻ്റെ കയ്യിലേക്ക് വന്ന എന്താ സംഭവിക്കുക? മലയാള സിനിമാ മേഖലയിൽ ഓൾറെഡി അമ്മ ദിലീപാണ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ദിലീപുണ്ട്, ഈ സംഘടന മറ്റേ തിയേറ്റർ അസോസിയേഷൻ സംഘടന ദിലീപുണ്ട്, പലവിധ സംഘടന, ഇപ്പം പറയുന്ന ഈ ഫെഫ്കയിലടക്കം ദിലീപിൻ്റെ ഒരു സ്വാധീനമുണ്ട്. മൊത്തത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ദിലീപാണ്. അപ്പോൾ ദിലീപ് ഇതിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല. ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നത്, ഞാനതിൽ വേറൊന്നും പറയുന്നില്ല. മട്ടാഞ്ചേരി മാഫിയയുടെ ലഹരി ഇടപാടുകൾ ആ സമയത്ത് മലയാള സിനിമാ സെറ്റുകളിൽ അനുവദിക്കപ്പെട്ടിരുന്നില്ല. യഥാർത്ഥത്തിൽ അതായിരുന്നു സത്യം. പക്ഷേ ദിലീപ് പോയതിനു ശേഷം ദിലീപിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവർ പല പണിയെടുത്തു. അപ്പോൾ ഒരു തിയേറ്റർ ദിലീപിന്റെ പേരിലേക്ക് വരുന്നു എന്ന് അതും കൂടി ആയിക്കഴിഞ്ഞാൽ ദിലീപ് സർവ്വശക്തനായിരിക്കും. ആ മറ്റേ 2020 പോലത്തെ ഒരു സിനിമ നിർമ്മിച്ചു. അതിന് തൊട്ട് മുൻപാണ് ഈ സുനിക്ക് പീഡനം ഓർമ്മ വന്ന് നടിയെ തട്ടിക്കൊണ്ടുവന്ന് ആലുവ ദിലീപിന്റെ വീടിന്റെ മുന്നിലുള്ള റോഡിലൂടെ ഓടിച്ചുപോയി പീഡിപ്പിച്ചത്. സാമാന്യ വിവരമുള്ള ആർക്കും മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. ഈ കേസിൽ വേറൊരു തെളിവുമില്ല. മാത്രമല്ല ദിലീപ് ഈ സുനിയുമായി ബന്ധപ്പെട്ട് ഈ മലയാള സിനിമയിലെ പല പ്രമുഖന്മാരുമായി നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ് ഈ സുനി എന്ന് പറയുന്നത്. ദിലീപിന്റെ ഇവന്റെ പണി എന്താണ്? പല നടന്മാരുടെ അടുത്ത് പോയിട്ട് കാശ് വാങ്ങുക. ഈ മലയാള സിനിമയിലെ ആളുകൾക്കൊക്കെ ചില സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ചില ആൾക്കാരായിട്ട് കശവശ ഉണ്ടാകുമ്പോൾ അവിടെ പോയി തീർക്കുക. ഇതൊക്കെയാണ് ഇവൻ്റെ പണി. അതെല്ലാം മലയാള സിനിമയിലെ നടന്മാർക്കും ഉണ്ടാവും. അത് നമ്മൾ അന്നും ഞാൻ കുറ്റമായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ സുനിക്കുണ്ട്. അപ്പോൾ ദിലീപിൻ്റെ അടുത്ത് പോയിട്ട് കാശ് വാങ്ങിയിട്ട് ഇപ്പോൾ ഇവൻ കാശ് വാങ്ങിയ നടന്മാരുടെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിടിച്ച് അകത്തേണ്ടി വരും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ഈ വിഷയത്തിലോട്ട് വന്നാൽ, ഈ കാറുമായി നിരന്തരമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന സുനി, ഈ സുനിക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് ഈ കാറുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷിച്ചാൽ, ഈ വക്കീലന്മാർക്ക് ആരാണ് പൈസ കൊടുത്തത് എന്ന് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടും. എന്തെങ്കിലും തരത്തിൽ സുനിക്ക് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സഹായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കലി ഒരു പാർട്ടിയുടെ സഹായം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചില ആളുകൾക്ക് വേണ്ടി ചില നേതാക്കന്മാരൊക്കെ ഈ കേസിൽ ഇടപെട്ടേക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഗൗതം ഒരു പോലീസുകാരറിയാതെ ഒരു കത്ത് എഴുതാൻ പറ്റുന്നത്? ആ കത്ത് സൂപ്രണ്ട് പരിശോധിച്ച ശേഷം എങ്ങനെയാണ് ദിലീപിന്റെ കയ്യിലേക്ക് പോസ്റ്റായിട്ട് എത്തുന്നത്? അത് നമ്മൾ ജയിലിൽ നടക്കുന്ന ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. കാരണം TPയുടെ കേസിൽ പ്രതികൾക്ക് ഏത് രീതിയിലൊക്കെയാണ് അവർ ജയിലിൽ പ്രവർത്തിച്ചത്, പെരുമാറിയത്, എന്തൊക്കെ സഹായങ്ങളാണ് അവർക്ക് ജയിലിൽ കിട്ടിയത് എന്നൊക്കെ നമുക്കറിയാം. ശരി, അങ്ങനെയാണെങ്കിൽ ദിലീപ് എന്തായാലും ദിലീപിന്റെ പേരിലുള്ള കത്തിന് സഹായം കൊടുക്കില്ലല്ലോ. അപ്പോൾ ഈ പൾസർ സുനിക്ക് ആരോ സഹായം ജയിലിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ആരാണെന്ന് അന്വേഷിക്കണ്ടേ? ദിലീപിന് ഒരു ഞാൻ ഇങ്ങനെ ഇത് ചെയ്തു, അതുകൊണ്ട് എനിക്ക് പൈസ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് പറയുന്നു പറഞ്ഞ് ദിലീപിന് കത്തയക്കുന്നു. ദിലീപ് അത് സ്പോട്ടിൽ അന്ന് കത്ത് കിട്ടിയ അന്ന് ദിലീപ് ഈ കത്ത് വെച്ചിട്ട് DGPക്ക് പരാതി അയക്കുന്നു. എന്നിട്ട് അന്ന് ബെഹ്റയായിരുന്നു DGP, പരാതി അയക്കുന്നു. ദിലീപ് ചെയ്യേണ്ട കാര്യം, ദിലീപ് അങ്ങനെ പുറത്തു വിടാതിരുന്നാൽ പോരെ. ദിലീപ് ആ സ്പോട്ടിൽ പരാതി അയച്ചിട്ടുണ്ട്. പിന്നീട് ദിലീപ് കേസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ദിലീപ് പോയിട്ട് പറഞ്ഞു, എന്നെ മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചത്, നിങ്ങൾ ദയവായി ഇങ്ങനെ പറയരുത്. ഇപ്പോൾ എല്ലാ ആളുകളും എന്ത് കേസ് വന്നാലും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുക്കാറുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെടുന്നുള്ള പേടിയുണ്ട്. ഏതൊരു ചെറിയ കേസിൽ പോലും ദിലീപിനെ പോലൊരു സെലിബ്രിറ്റി മലയാള സിനിമയിലും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നല്ല നിലയ്ക്ക് പിടിപാടുള്ള ഒരു മനുഷ്യൻ, അയാൾ ധൈര്യസമേതം അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് കയറിപ്പോയത് അയാൾക്ക് ഭയമില്ലാത്തത് കൊണ്ടായിരുന്നു. പക്ഷെ പോലീസിന് ആരെയും അറസ്റ്റ് ചെയ്യാം. ഇന്ന് ഈ മുമ്പിലിരിക്കുന്ന ഗൗതമിനെ ഒരു കുറ്റം ചാർത്തി അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു FIR ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. ആളുകൾ കോടതി ആദ്യം തന്നെ ഈ FIR ഒക്കെ നോക്കി തെളിവുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ റിമാൻഡ് ചെയ്യുന്നത് എന്നാണ്. എന്തിനാണ് 75 ദിവസം 80 ദിവസം ജയിലിൽ കിടന്ന് ചോദിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നത്, ഇവർ വിചാരിക്കുന്നത് ഇതൊക്കെ തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് ഈ റിമാൻഡ് ചെയ്യപ്പെടുന്നത്. അല്ല, ഇദ്ദേഹം ഒരു അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടും നല്ല രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായിട്ടും ഒക്കെ നല്ല പിടിപാടുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കപ്പെടുമെന്നുള്ള സാമാന്യ യുക്തിയുടെയും ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം അനുവദിക്കാഞ്ഞത്. പിന്നീട് സ്വാഭാവികമായ ജാമ്യമാണ് ദിലീപിന് കിട്ടിയത്. സ്വാഭാവികമാണ്. അങ്ങനെ ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ വലിയ പ്രശ്നമാകുമായിരുന്നു.
പിന്നീട് പാർത്ഥൻ ദിലീപിന്റെ കൂടെ തന്നെയാണ്. ഞാൻ ദിലീപിന്റെ കൂടെ തന്നെയാണ്. വേറൊരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി നടി കോടതിയിലേക്ക് പോയി. ആരാണ് ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്? ആദ്യം കോടതി മാറ്റണമെന്ന് പറഞ്ഞു, പിന്നീട് വനിതാ ജഡ്ജി വേണമെന്ന് പറഞ്ഞു, പിന്നീട് ആ വനിതാ ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു. വനിതാ ജഡ്ജി മോശം പെരുമാറ്റം കാണിക്കും. അതായത് ഈ കേരളത്തിലെ റെക്കോർഡുകളിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല എന്താ പറയുക റെക്കോർഡുള്ള ഒരു ജഡ്ജി, ആ ജഡ്ജിയുടെ പേര് ഞാൻ പറയുന്നത്, ആ ജഡ്ജിയെ മാറ്റണം എന്ന് പറയുന്നു. അവരെ കുടുംബപരമായി ആക്ഷേപിക്കുന്നു. അവരുടെ പിതാവ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇതാണെന്ന് പറയുന്നു. അവർക്കൊരു പൊളിറ്റിക്സ് ഇല്ലാത്തൊരു ആളാണ്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കഴിയുന്നു. ഏറ്റവും അവസാനം സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് ജഡ്ജിയെ മാറ്റം പറയുന്നു. ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ നടപടി എടുക്കേണ്ടി വരുന്നു വക്കീലിനോട് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്നു. ഇങ്ങനെ ഇത് നീട്ടി കൊണ്ടുവന്ന് നോക്കി അവസാനം ഹാഷ് വാല്യൂ, മെമ്മറി കാർഡിയുടെ ഹാഷ് വാല്യൂ ആരാണ് മാറ്റിയതെന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഹാഷ് വാല്യൂ മാറ്റിയത് അന്വേഷണം വേണമെന്ന് പറഞ്ഞു. കോടതി തന്നെ നേരിട്ട് അന്വേഷിച്ചു. ഹാഷ് വാല്യൂ മാറിയത് കോടതിയിലെ ജീവനക്കാരാണ് ആ മെമ്മറി കാർഡ് എടുത്ത് ഹാഷ് വാല്യൂ മാറ്റിയത് എന്നുള്ള കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് വന്നു. ആ ഹാഷ് വാല്യൂ മാറ്റിയത് ദിലീപിന് വേണ്ടിയിട്ടല്ല, ദിലീപായിട്ട് യാതൊരു ബന്ധമില്ലെന്നും അതെന്തിനാണ് എന്നുള്ളതും കോടതി പറഞ്ഞു. അതെനിക്കിവിടെ പറയാൻ പറ്റില്ല. എന്തിനാണ് അവർ ആ ഹാഷ് വാല്യൂ മാറ്റി ആ മെമ്മറി കാർഡ് എടുത്തത് എനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അത് കോടതി പരിഗണനയിലെ കേസാണ്. അപ്പോൾ അതിനും ദിലീപായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും ഇത് ഒരു പൊളിഞ്ഞൊരു സംഭവമാണിത്. എന്നാലും ദിലീപിനെ കുരുക്കാൻ വേണ്ടി ഒരു വലിയ തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും സുനി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും അറിയാതെ സുനി ഫുൾ സെറ്റപ്പിലാണ്. ദിലീപിനെ ആളുകൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തെ കള്ളനായിക്കൊണ്ടിരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. എന്തായാലും വിധി വരുമല്ലോ, വിധി വരട്ടെ. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് ആരാണ് സഹായിക്കുന്നത് നമുക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹത്തിന് കാശ് കൊടുത്ത് ആരാണെന്നൊക്കെ അറിഞ്ഞാൽ ഇതൊക്കെ വിധി വന്ന് ദിലീപ് നിരപരാധിയാണെന്നാണ് വിധി വരുന്നതെങ്കിൽ ഇതൊക്കെ മറുപടി പറയേണ്ടി വരുമല്ലോ പോലീസ്. കാത്തിരുന്ന് കാണാം.